ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 24ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പങ്കുവെക്കലുകളുടെ മുൻ സെഷനുകൾ കണ്ട എൻ്റെ സുഹൃത്തായ ഒരു വൈദികൻ, ഞാൻ പഠിക്കുമ്പോൾ ജൂനിയറായിട്ട് സെമിനാരിൽ പഠിച്ച് നല്ല പരിചയമുള്ള അച്ഛനാണ്. അച്ഛൻ വളരെ രോഷത്തോടെ എന്നെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛ, ഈ അന്ധവിശ്വാസം പഠിപ്പിക്കുന്നു നിർത്ത്. എന്തെല്ലാം കാര്യങ്ങൾ സെമിനാറിൽ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് വല്ലതും പഠിപ്പിക്കുക. ഈ പൊട്ടത്തരങ്ങൾ ഒരു വിവരമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് വളരെ രോഷത്തോടു കൂടെ ഞാൻ അച്ഛൻ സ്നേഹത്തോടെ മറുപടി ഇട്ടു. അച്ഛൻ വീണ്ടും അതേപ്പറ്റി കുറച്ചുകൂടെ രോഷത്തോടെ പറഞ്ഞുകൊണ്ട് എനിക്ക് മറുപടി ഇട്ടു. ഞാൻ വീണ്ടും അല്പം സമയമെടുത്ത് കുറേ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. അച്ഛൻ അതിനൊന്നും പറഞ്ഞില്ല. ഞാനിത് ഇങ്ങനെ ഇതൊന്ന് പങ്കുവെക്കുന്നത് കുറേ പേര് ചിന്തിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്ന്. ഇത് ഒരു പഠിപ്പും വിവരവും ഇല്ലാത്ത ആൾക്കാർ ചുമ്മാ തോന്നുന്ന പോലെ പറയുന്ന കാര്യങ്ങളല്ലേ എന്നൊരു ചിന്ത. ഞാൻ അഭിവന്ധ്യ കല്ലറങ്ങാട്ട് പിതാവ് എന്നെ പഠിക്കാനായിട്ട് എനിക്ക് 50 വയസ്സുള്ളപ്പം പറഞ്ഞു വിട്ടപ്പോൾ ബാംഗ്ലൂർ സെൻറ്റ് പീറ്റേഴ്സ് പൊന്തിപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിയോളജിയിൽ PG PhD പഠിക്കാനായിട്ട് പോയപ്പോൾ അന്ന് പിതാവിനോട് പറഞ്ഞു, അച്ഛനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അച്ഛനൊന്ന് പഠിച്ചിട്ട് വരാമെങ്കിൽ അച്ഛൻ ആധികാരികമായിട്ട് പറയാനായിട്ട് പറ്റും. അന്ന് എനിക്ക് അത്ര തോന്നിയില്ല അതിൻ്റെ ഒരു അർത്ഥം, ആഴം, പ്രസക്തി എന്ന് മാത്രം ഉണ്ടെന്ന്. പക്ഷെ ഇപ്പോഴെനിക്ക് തിരിയുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ചുമ്മാ തോന്നൽ വെച്ച് പറയുന്നതല്ല. 5 വർഷം പോയിരുന്ന് നല്ലതുപോലെ ഒരു നിമിഷം പോലും കളയാതിരുന്ന് വിശുദ്ധ ഗ്രന്ഥ വെളിപ്പെടുത്തലുകളും സഭയുടെ ആധികാരികമായ പ്രബോധനങ്ങളും വിശുദ്ധന്റെ അനുഭവങ്ങളും ഇതേക്കുറിച്ചുള്ള മറ്റു മതങ്ങളുടെ പ്രധാനപ്പെട്ട മതങ്ങളുടെ നിരീക്ഷണങ്ങളും പിന്നെ എൻ്റെ അജപാലന മേഖല ശുശ്രൂഷ അനുഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് നല്ലതുപോലെ പഠിച്ചിട്ട് തന്നെ പങ്കുവെക്കുന്ന കാര്യങ്ങളാണ്. അന്ധവിശ്വാസമല്ല എന്നൊരു ചിന്ത ഈ മേഖലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടെ ഇവിടെയും കേൾക്കുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ പോളാറാമൻ പാപ്പ ഈ മേഖലയെക്കുറിച്ച് നടത്തിയ ഒരു പ്രബോധനം 1972 നവംബർ 15 നൽകിയത് ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്ന പേരിൽ ഉണ്ട്. ഗൂഗിൾ ചെയ്താൽ അത് കിട്ടും. അതിനകത്ത് പാപ്പ ഈ ഒരു അന്ധവിശ്വാസത്തിന്റെ ചിന്ത അതിൻ്റെ ആരംഭത്തിലും ഇടഭാഗത്തും എടുത്ത് ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, പാപ്പ ആ ഒരു പ്രബോധനം നൽകുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യം സഭയുടെ അല്ലെങ്കിൽ ദൈവജനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെക്കുറിച്ചാണ്. എന്നിട്ട് ആരംഭത്തിന് പാപ്പ ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തോടു കൂടിയാണ്. ദൈവജനത്തിന്റെ അല്ലെങ്കിൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താ? എന്നിട്ട് പാപ്പ പറയുകയാണ്, എൻ്റെ ഉത്തരം കേട്ടിട്ട് ഇത് കെട്ടുകഥയാണെന്നോ സങ്കല്പമാണെന്നോ ഒരു അന്ധവിശ്വാസമാണെന്നോ നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. എന്നിട്ട് പാപ്പ പറയുകയാണ്, സഭയുടെ ഒന്നാമത്തെ ആവശ്യം സാത്താനെന്ന് വിളിക്കപ്പെടുന്ന ശത്രുവിനെതിരായുള്ള പോരാട്ടമാണ്, പ്രതിരോധമാണ്. അങ്ങനെ തന്നെ പറഞ്ഞ് പാപ്പ ആരംഭിക്കാനുള്ള കാരണം പാപ്പായ്ക്ക് അറിയാം ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ അനേകർ നെറ്റ് ചൊടിച്ചുകൊണ്ട് ഇത് അന്ധവിശ്വാസമാണ്, വേണ്ടാത്ത കാര്യമാണെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും. ആ പ്രബോധനത്തിന്റെ മുന്നോട്ട് ഉള്ള പ്രതിപാദനത്തിന് പാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, anyone who refuses to acknowledge the existence of this terrible reality departs from the truth of biblical and ecclesiastical teaching. സാത്താൻ എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതൊരു ഭീകര യാഥാർത്ഥ്യമാണ്, ടെറിബിൾ റിയാലിറ്റി. അതേക്കുറിച്ച് ചിന്തിക്കാനും ശ്രദ്ധിക്കാനും അതിനെ പരിഗണിക്കാനും തയ്യാറാകാത്ത ഏതൊരു വ്യക്തിയും 2 കാര്യങ്ങൾ പാപ്പ പറയുകയാണ്. വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായ വെളിപാടിൽ നിന്നും അതുപോലെ തന്നെ സഭാത്മക സഭയുടെ ഔദ്യോഗികമായ മജിസ്റ്റേറിയൽ പ്രബോധനത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന വ്യക്തിയാണ്. ഡിപ്പാർട്സ് ഫ്രം ദ ട്രൂത്ത് ഓഫ് ബിബ്ലിക്കൽ ആൻഡ് എക്ലേസിയാസ്റ്റിക്കൽ ടീച്ചിങ്. അപ്പം ഈ ഒരു മേഖലയെക്കുറിച്ച് ചിന്തിക്കാൻ താല്പര്യമില്ല, ഇതെൻ്റെ ചിന്തയിലില്ല, ഇതേപോലെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ല എന്നുള്ള ഒരു മനോഭാവം അനേക ദൈവശാസ്ത്രം പഠിച്ച വ്യക്തികളുടെ ഇടയിൽ തന്നെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് അന്ന് പോളാറാം പാപ്പ 2ാം വത്തിക്കാൻ കൗൺസിൽ പൂർത്തിയാക്കിയിട്ട് അത് സഭയുടെ ആധുനിക കാലഘട്ടത്തിന്റെ മാർഗരേഖയായിട്ട് ഒപ്പുവെച്ച് നൽകിയ ആ പാപ്പ ഇന്ന് അദ്ദേഹം വിശുദ്ധനാണ്, അർത്താരി വണങ്ങപ്പെടുന്ന വിശുദ്ധ പോളാറാം പാപ്പയാണ്. അദ്ദേഹം വ്യക്തമായിട്ട് 72 നവംബർ 15 ഇത് അടിവരിട്ട് പറയുകയാണ്. തന്റെ പ്രബോധനം 30 പേജ് വരുന്ന പ്രബോധനം നൽകുകയാണ്, ഡെലിവർ അസ് ഫ്രം ഈവിൾ എന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ആരെങ്കിലും വിഷയത്തിൽ ചിന്തിക്കാൻ തയ്യാറല്ല എങ്കിൽ ആ വ്യക്തി വ്യതിചലിച്ചു വന്ന വ്യക്തിയാണ്.
ബൈബിളിൽ നിന്നും സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ നിന്നും. പാപ്പ തുറന്നു വീണ്ടും പറയുകയാണ്, ദി ഗോസ്പൽ ഈസ് ഫുൾ ഓഫ്, ഐ വുഡ് ഓൾമോസ്റ്റ് സേ ഇറ്റ് ഈസ് പോപ്പുലേറ്റഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് ദ ഡീമൻ. വീണ്ടും അദ്ദേഹം പറയുകയാണ്, വാട്ട് ഐ ആം ടെല്ലിങ് ഈസ് നോട്ട് മൈ ഡെല്യൂഷൻ. എൻ്റെ ചുമ്മാ ഒരു തോന്നലല്ല ഞാൻ ഈ പറയുന്നത്. നോ ആം ഐ എൻകറേജിങ് യു ടു ബി സൂപ്പർസ്റ്റീഷ്യസ്. ഞാൻ നിങ്ങൾ അന്ധവിശ്വാസത്തിന്റെ വഴിയിൽ പോകാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയല്ല, വഴിതെറ്റിക്കുകയല്ല. ഐ ആം സിംപ്ലി ടെല്ലിങ് യു ദാറ്റ് ദിസ് റിയാലിറ്റി എക്സിസ്റ്റ്. ഞാൻ ലളിതമായിട്ട് തെളിച്ച് പറയുകയാണ്, ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം ഉണ്ട്, ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയുകയാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുകയാണ്, the gospel speaks to us about it on many pages. വിശുദ്ധ ഗ്രന്ഥം സുവിശേഷങ്ങൾ പ്രത്യേകിച്ച് അനേക താളുകളിലൂടെ, പേജുകളിലൂടെ ഈ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് പങ്കുവെക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി പെർസീവ് ഈവിൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിന്മയെ തിരിച്ചറിയുക തന്നെ വേണം എന്ന് ഞാൻ പറയുന്നത്. വി മസ്റ്റ് ഹാവ് എ കറക്റ്റ് ക്രിസ്ത്യൻ കൺസെപ്ഷൻ ഓഫ് ദ വേൾഡ് ഓഫ് ലൈഫ് ഓഫ് സാൽവേഷൻ. നമുക്ക് ഈ ജീവിതത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ച് തന്നെ ക്രൈസ്തവമായ കാഴ്ചപ്പാട് വേണം എന്ന് പാപ്പ എടുത്ത് അടിവരയിട്ട് പറയുകയാണ്. ഇത് ഞാനിപ്പോൾ ആവർത്തിക്കാൻ കാരണം ഇത് പുതുച്ചാടന അനുഭവ പാഠമല്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും ഈ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അനേകരെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനായിട്ട് മനസ്സില്ലാത്തവരാക്കി തീർക്കുന്ന ഒരു തെറ്റായ വികലമായ വിശുദ്ധ ഗ്രന്ഥത്തിന് നിരക്കാത്ത സഭയുടെ പ്രബോധനത്തിന് അനുസൃതമല്ലാത്തൊരു മനോഭാവം അത് ഈ വിശുദ്ധനെ പാപ്പ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നതിന് എടുത്ത് കാണിക്കുകയാണ്. കാരണം നമ്മളത് ആ ഒരു മനോഭാവം തിരുത്തേണ്ട ആവശ്യമുണ്ട്. വിശുദ്ധനായ പോളാറാമനും പാപ്പ ഇതുപോലെ അടിവരയിട്ട് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച് സ്നേഹമുള്ള സഹോദരങ്ങളെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് കഴിഞ്ഞ സെഷനിൽ കൂടി ചില വ്യക്തികൾ പറഞ്ഞ ഒരു ആശീർവാദം ഒന്ന് അവസാനിപ്പിക്കാമോ എന്ന്. അവിടെ ഞാൻ ആശീർവാദം നൽകുകയാണ്. യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവും സഹവാസവും സഹായ സംരക്ഷണം എല്ലാം സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ആത്മപോരാട്ടത്തിന്റെ ഭൗതികത്തിന്റെ എല്ലാ മേഖലകളിലും കൂടെ നിരന്തരം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.